ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മഗ്നോളിയ ഫ്ലവറാണ് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ നമ്മൾ രണ്ട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാസ്കിംഗ് ഫ്ലൂയിഡ് വെച്ചിട്ടുള്ളൊരു ടെക്നിക്കും അതുപോലെ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്സുമാണ് നമ്മൾ മെയിൻലി ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മാസ്കിംഗ് ഫ്ലൂയിഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പറയാം, നമ്മൾ വാട്ടർ കളേഴ്സിൽ നമുക്ക് ഓവർലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് 2-3 കളേഴ്സ് ഓവർലേ ചെയ്യാനും അതുപോലെ ഹൈലൈറ്റ്സും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആക്രിലിക്കിൽ അത് വളരെ ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ മാസ്കിംഗ് ഫ്ലൂയിഡ് നമുക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വൺസ് നമ്മൾ മാസ്കിംഗ് ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോപ്പർലി പേപ്പർ കുറച്ച് നേരത്തേക്ക് വെറ്റായിരിക്കാൻ വേണ്ടി ഞാൻ 2-3 കോട്ട് വെള്ളം ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാനിവിടെ സ്കൈ ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. സ്കൈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സെറുലിയൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോപ്പ് ബ്രഷാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും സിന്തറ്റിക് ഗ്രൗണ്ട് ബ്രഷ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈവൻലി സ്പ്രെഡ് ആവാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു പെയിൻറ്റ് പേപ്പറിൽ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഹാർഷായിട്ടുള്ള എഡ്ജസോ ബോർഡേഴ്സോ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ മേക്ക് ഷുവർ നമ്മൾ പേപ്പർ നന്നായിട്ട് വെറ്റായിട്ടിരിക്കണം. അപ്പോൾ വൺസ് സ്കൈ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പേപ്പർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലീവ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ലീഫായിട്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാനിവിടെ സാപ്പ് ഗ്രീൻ ഷെയ്ഡും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ട് അവിടെ ഇവിടെ ജസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ദൂരെ കുറച്ച് ലീവ്സ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയും ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേപ്പർ ഇപ്പോഴും വെറ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കളറ് നല്ല രീതിയിൽ ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നന്നായിട്ട് പേപ്പർ വെറ്റ് ചെയ്താൽ മതി. കുറേ നേരത്തേക്ക് പ്രോപ്പർലി വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ 300 GSM ആയിരിക്കണം. കട്ടി കൂടിയ പേപ്പറിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി നടക്കുകയുള്ളൂ. വാട്ടർ കളർ പേപ്പറിലാണ് ഏറ്റവും നല്ലത് നമ്മൾ വാട്ടർ കളേഴ്സ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നോർമൽ പേപ്പറിൽ ചെയ്താൽ നമുക്ക് ഈ ഒരു എഫക്ട്സ് ഒന്നും കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പിങ്ക് ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ പതുക്കെ മാസ്കിംഗ് ഫ്ലൂയിഡ് പറിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും നോർമൽ ഇറേസർ യൂസ് ചെയ്താലും മതി. അപ്പോൾ സൂക്ഷിക്കുക, പതുക്കെ വലിച്ചെടുക്കുക. ഇതിന് ചെറിയൊരു എലാസ്റ്റിസിറ്റി ഉള്ളൊരു സംഭവമാണ്. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് പതുക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാക്കി കളേഴ്സ് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമുക്ക് വേണ്ട പോർഷൻസ് ക്ലിയർ ആയിട്ട് വൈറ്റ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇനി വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മഗ്നോളിയ ഫ്ലവറിൻ്റെ പെറ്റലാണ് ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വാട്ടർ കളേഴ്സിൽ എപ്പോഴും നമ്മൾ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാലാണ് നമുക്ക് ഡെപ്ത്ത് കൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വൺസ് അതിന് ശേഷം ഞാൻ സൈഡിലായിട്ടുള്ള ഡാർക്ക് കളർ പെറ്റലി സെയിം പിങ്ക് തന്നെ ഡാർക്കായിട്ട് കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ജസ്റ്റ് ഡെപ്ത്ത് കൊടുക്കുകയാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. വൺസ് ഫ്ലവേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബേൺ സിയാനോ ഷെയ്ഡും കുറച്ചൊരു സാപ്പ് ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്ര ഈവനായിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. ബ്രഷ് കൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയും ചില സ്ഥലത്ത് തിക്നെസ് കൂട്ടിയിട്ടും ചില സ്ഥലത്ത് തിക്നെസ് കുറച്ചിട്ടും ഒരു അൺഈവൻ രീതിയിലുള്ളൊരു ബ്രാഞ്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ മഗ്നോളിയ ഫ്ലവറിൻ്റെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ആ ഒരു രീതിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരേപോലെ സ്മൂത്ത് ആയിട്ടുള്ള ബ്രാഞ്ചൊന്നുമില്ല.
അവിടെ ഇവിടെ പൊങ്ങിയും താഴ്ന്നിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ മഗ്നോളിയ ഫ്ലവർ നമ്മുടെ സ്പ്രിംഗ് സീസണിൽ UK ഒരുപാടുണ്ടാകുന്നൊരു പൂവാണ്. ഇത് ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഡാർക്ക് പിങ്കിലും ഉണ്ട്, അതുപോലെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലും യെല്ലോ ഷെയ്ഡിലും പല കളേഴ്സിലും ഇത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു പൂവാട്ടോ, നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പൂവാണ്. വൺസ് ബ്രാഞ്ച് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ലീവ്സ് വരയ്ക്കാം. ലീവ്സ് വരയ്ക്കാൻ വേണ്ടി ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സാപ്പ് ഗ്രീൻ ഷെയ്ഡും അതുപോലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത് കാണുന്ന ഒബ്ജക്റ്റ് വളരെ ഷാർപ്പായിട്ടും ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്ലേർഡായിട്ടും, അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന് ഫുൾ ഫോക്കസ് കിട്ടും. അതാണ് നമ്മൾ ഇന്നത്തെ പെയിൻറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.